ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി രസതന്ത്രത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. അത് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ എന്നുള്ളത്. രസതന്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗമാണ്. ഉദാഹരണമായി സോപ്പ്, റബ്ബർ, പോളിമറുകൾ, ഇന്ധനങ്ങൾ, ഡിറ്റർജൻറ്റുകൾ, ആൽക്കഹോളുകൾ എന്നിവയെല്ലാം നമ്മൾ ഓർഗാനിക് രസതന്ത്രത്തിൻ്റെ ഭാഗമായുള്ളവയാണ്. ആദ്യമായി നമ്മൾ നോക്കുന്നത് സോപ്പിനെ കുറിച്ചാണ്. സോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന സാധനമല്ലേ. നമ്മൾ നിത്യജീവിതത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്, കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സോപ്പ് എന്ന് പറയുന്നത്. കുളിക്കാനും അതുപോലെ വാഷിങ്ങിനും എല്ലാറ്റിനും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സോപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അത് രാസപരമായി അല്ലെങ്കിൽ രസതന്ത്രപരമായി എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോപ്പ് രാസപരമായി നിർമ്മിക്കപ്പെടുന്നത് എണ്ണകളും കൊഴുപ്പുകളും അതിനോടൊപ്പം ആൽക്കലികളും കൂടി ചേർന്നാണ് സോപ്പ് നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, എണ്ണകൾ, കൊഴുപ്പുകൾ അതിനോടൊപ്പം ആൽക്കലികളും കൂടി ചേരുമ്പോൾ നമുക്ക് സോപ്പ് ലഭിക്കുന്നു, സോപ്പ് നിർമ്മാതാക്കൾ ലഭിക്കുന്നു. ഇനി ആൽക്കലികൾ എന്നുള്ളതിൽ എന്തൊക്കെയാണ് വരുന്നത് ചോദിച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. നമ്മൾ ഈ ആൽക്കലി എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ് വരുന്നത്. ആൽക്കലി എന്നുള്ള ഭാഗത്തിൽ ഏതാ വരുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ് വരുന്നത്. ഇതിൽ നമ്മൾ ടോയ്ലറ്റ് സോപ്പ് അതായത് ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് ടോയ്ലറ്റ് സോപ്പ് നിർമ്മിക്കാനാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൽക്കലിയായി ഉപയോഗിക്കുന്നത് ടോയ്ലറ്റ് സോപ്പ് ഉപയോഗിക്കാനാണ്, സോപ്പ് നിർമ്മിക്കാനാണ്. ഓക്കെ, ഇത് സോപ്പുകളുടെ മേലേക്കായിട്ട് ടോയ്ലറ്റ് സോപ്പ് അല്ലെങ്കിൽ വാഷിംഗ് സോപ്പ് പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഈ ടോയ്ലറ്റ് സോപ്പിൽ ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോക്സൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന ആൽക്കലി അതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ടോയ്ലറ്റ് സോപ്പിലാണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. നമ്മൾ ആൽക്കലികളെ കുറിച്ച് പറഞ്ഞു, സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു. ഇനി അടുത്തതായി അതിനോടൊപ്പം എന്താ ഉള്ളത്? എണ്ണകളും കൊഴുപ്പുകളുമാണ്. അപ്പോൾ അതിൽ വരുന്നത് എണ്ണകളും കൊഴുപ്പുകളിലും വരുന്നത് പാമറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, അതുപോലെ ഒലീക് ആസിഡ് എന്നീ ഓർഗാനിക് ആസിഡുകളും അതിനോടൊപ്പം ഗ്ലിസറോൾ എന്ന് പറയുന്ന ആൽക്കഹോളും ചേരുമ്പോൾ ലഭിക്കുന്ന എസ്റ്ററുകളാണ് എന്ത് പറയുന്നത്? എണ്ണകളും കൊഴുപ്പുകളും എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പാമറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലീക് ആസിഡ് എന്നീ ഓർഗാനിക് ആസിഡുകളും ഗ്ലിസറോൾ എന്നറിയപ്പെടുന്ന ആൽക്കഹോളും ചേരുമ്പോൾ ലഭിക്കുന്ന എസ്റ്ററുകളാണ് എണ്ണകളും കൊഴുപ്പുകളും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോപ്പ് നിർമ്മിക്കാൻ എന്തൊക്കെയാണ്? എണ്ണകളും കൊഴുപ്പുകളും അതിനോടൊപ്പം ആൽക്കലികളും കൂടി ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? സോപ്പ് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ആൽക്കലികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എന്ന് പറഞ്ഞു. അതിനോടൊപ്പം എണ്ണകളും കൊഴുപ്പുകളും ഏതൊക്കെയായിരുന്നു? സ്റ്റിയറിക് ആസിഡ്, പാമറ്റിക് ആസിഡ്, ഒലീക് ആസിഡ് എന്നീ ഓർഗാനിക് ആസിഡുകളിനോടൊപ്പം ഗ്ലിസറോൾ എന്നറിയപ്പെടുന്ന ആൽക്കഹോളും ചേരുമ്പോൾ ലഭിക്കുന്ന എസ്റ്ററുകളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എണ്ണകളും കൊഴുപ്പുകളും എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എണ്ണകളും കൊഴുപ്പുകളും എന്ന് പറയുന്നത് എസ്റ്ററുകളാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ പറയുന്നത് ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും കൂടി ചേരുമ്പോൾ കിട്ടുന്നവയാണ് എസ്റ്ററുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും കൂടി ചേരുമ്പോൾ എസ്റ്ററുകളെന്ന് ലഭിക്കുന്നു. ഓക്കെ, എസ്റ്ററുകൾ ലഭിക്കുന്നത് എങ്ങനെയാണ്? ആൽക്കഹോളും ഓർഗാനിക് ആസിഡുകളും കൂടി ചേരുമ്പോഴാണ്. അപ്പോൾ എസ്റ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? എസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് ആസിഡുകളും ആൽക്കഹോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന എസ്റ്ററുകൾ എന്ന് പറഞ്ഞു. ഇനി പാമറ്റിക് ആസിഡും സ്റ്റിയറിക് ആസിഡ് അതുപോലെ ഒലീക് ആസിഡ് എന്നീ ഓർഗാനിക് ആസിഡുകൾ ഗ്ലിസറോൾ എന്ന ആൽക്കഹോളുമായി ചേരുമ്പോൾ ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന എസ്റ്ററാണ് ഏത്? എണ്ണകളും കൊഴുപ്പുകളും എന്ന് അറിയപ്പെടുന്നത്. സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് സാപ്പോണിഫിക്കേഷൻ എന്നാണ്. സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? സാപ്പോണിഫിക്കേഷൻ എന്നാണ്. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടോയ്ലറ്റ് സോപ്പിനാണ്. അതുപോലെ വാഷിംഗ് സോപ്പിന് ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. സോപ്പിന് എണ്ണകളിൽ ലയിക്കുന്ന നോൺ പോളാർ അഗ്രവും അതുപോലെ ജലത്തിൽ ലയിക്കുന്ന ഒരു പോളാർ അഗ്രവും ഉണ്ട്. അതായത് സോപ്പിന് ജലത്തിൽ ലയിക്കുന്ന ഒരു അയോണിക ഭാഗവും എണ്ണയിൽ ലയിക്കുന്ന ഒരു ഹൈഡ്രോ കാർബൺ ഭാഗവുമുണ്ട്. അതുകൊണ്ട് തന്നെ സോപ്പ് എളുപ്പത്തിൽ അഴുക്കിനെ ഇളക്കി കളയുകയാണ് ചെയ്യുന്നത്.
അതുപോലെ സോപ്പ് നമ്മൾ വെള്ളത്തിലിടുന്ന സമയത്ത് അതിൻ്റെ പ്രതലബലം കുറയുകയും തുണി നന്നായി നനയുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സമയത്ത് സോപ്പ് അഴുക്കിനും വെള്ളത്തിനും ഇടയിൽ ഒരു കണികയായി പ്രവർത്തിച്ച് തുണിയിലെ അഴുക്ക് വളരെ വൃത്തിയായി നീക്കം ചെയ്യുന്നു. പക്ഷേ കഠിന ജലത്തിൽ അല്ലെങ്കിൽ ഉപ്പ് ജലം അങ്ങനെയുള്ളതിലേക്ക് ഒരിക്കലും സോപ്പ് പതയാറില്ല. ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന ചില കാൽഷ്യം മഗ്നീഷ്യം ലവണങ്ങളാണ്. ഈ കാൽഷ്യം മഗ്നീഷ്യം ലവണങ്ങൾ സോപ്പുമായി പ്രവർത്തിച്ച് ചില അലേയ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ കാൽഷ്യം മഗ്നീഷ്യം ലവണങ്ങൾ സോപ്പുമായി പ്രവർത്തിച്ചിട്ട് എന്ത് സംയുക്തങ്ങളാണ് ഉണ്ടാക്കുന്നത്? അലേയ സംയുക്തങ്ങളാണ്. അതേസമയം ഡിറ്റർജൻറ്റുമായി പ്രവർത്തിച്ചിട്ടാണെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല? ഡിറ്റർജൻറ്റുകൾ എന്ത് ചെയ്യുന്നു? കഠിന ജലത്തിൽ പ്രവർത്തിക്കുന്നു. കാൽഷ്യം മഗ്നീഷ്യം ലവണങ്ങളുമായി ഡിറ്റർജൻറ്റ് പ്രവർത്തിച്ച് അലേയ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് കഠിന ജലത്തിലും ഡിറ്റർജൻറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്? കാൽഷ്യം മഗ്നീഷ്യം ലവണങ്ങളുമായി പ്രവർത്തിച്ചിട്ട് അവ എന്ത് ചെയ്യുന്നു? ഒരു അലേയ സംയുക്തം ഉണ്ടാക്കുന്നു. ഡിറ്റർജൻറ്റുകൾ അലേയ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നില്ല. അടുത്തതായി നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളാണ് PVC, പ്രകൃതിദത്ത റബ്ബർ, ടെഫ്ലോൺ എന്നിവ. അതായത് അതിൽ പ്ലാസ്റ്റിക്കും വരുന്നുണ്ട്. ഓക്കെ, ഇവയിൽ നമ്മൾ പൊതുവെയായി പറയുന്നത് പോളിമറുകൾ എന്നാണ്. ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക്, PVC, പ്രകൃതിദത്ത റബ്ബർ, ടെഫ്ലോൺ എന്നിവയെ നമ്മൾ പറയുന്നത് പൊതുവെ പറയുന്നത് എന്താണ്? പോളിമറുകൾ എന്ന പേരിലാണ്. പോളിമറുകൾ എന്ന് പറയുന്നത് ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യത്തിൽ സംയോജിച്ചുണ്ടാകുന്ന സങ്കീർണമായ തന്മാത്രകളെ വിളിക്കുന്നതാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഈ പോളിമറൈസേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന സങ്കീർണമായ തന്മാത്രകളാണ് പോളിമറുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യത്തിൽ സംയോജിച്ചുണ്ടാകുന്ന സങ്കീർണ തന്മാത്രകളെയാണ് എന്ത് പറയുന്നത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. പോളിമറൈസേഷൻ്റെ ഫലമായി സങ്കീർണ തന്മാത്രകൾ ഉണ്ടാകുന്നു. ആ തന്മാത്രകളെയാണ് എന്ത് പറയുന്നത്? പോളിമറുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അനേകം ലഘുവായ തന്മാത്രകൾ സംയോജിക്കുന്നതിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു. ഈ ലഘുവായ തന്മാത്രകൾ സംയോജിക്കുന്ന ലഘുവായ തന്മാത്രകൾ അറിയപ്പെടുന്നത് മോണോമറുകൾ എന്നാണ്. ലഘുവായ തന്മാത്രകൾ, അതായത് പോളിമറൈസേഷനിൽ സംയോജിക്കുന്ന ലഘുവായ തന്മാത്രകൾ അറിയപ്പെടുന്നത് മോണോമറുകൾ എന്നാണ്. അപ്പോൾ അനേകം മോണോമറുകൾ അനുകൂലമായ സാഹചര്യത്തിൽ സംയോജിച്ചാണ് പോളിമറുകൾ ഉണ്ടാകുന്നത്. ഈ പോളിമറുകൾക്ക് ഉദാഹരണമായി നമുക്ക് പറയാവുന്നതാണ് PVC, പോളിത്തീൻ, ടെഫ്ലോൺ എന്നിവയെല്ലാം. അപ്പോൾ ഇവയുടെ മോണോമറുകളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. PVCയുടെയൊക്കെ മുമ്പ് ചോദിച്ചാണ്. PVCയുടെ മോണോമറുകൾ ഏതാണെന്ന് PSCയിൽ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി PVC ആണ്. PVC എന്നാണ് ഫുൾ ഫോം എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് അല്ലേ? PVCയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് പോളി വിനൈൽ ക്ലോറൈഡ്. അപ്പോൾ PVCയുടെ മോണോമറാണ് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. PVCയുടെ പോളിമറായ PVCയുടെ മോണോമറാണ് ഏത്? വിനൈൽ ക്ലോറൈഡ്. അത് നമുക്ക് പഠിക്കാൻ തന്നെ എളുപ്പമാണല്ലേ? PVCയുടെ പൂർണ്ണരൂപം പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡ് ആണ്. ഇനി അടുത്തത് പോളിത്തീനാണ്. PSCയിൽ ഇത് മുമ്പ് ചോദിച്ചാണ് പോളിത്തീൻ്റെ മോണോമർ ഏതാണെന്ന്. പോളിത്തീൻ്റെ മോണോമർ ഈത്തീനാണ്. ഓക്കെ, പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? ഈത്തീൻ. പോളിത്തീൻ്റെ ലാസ്റ്റ് വരുന്നത് ഈത്തീൻ എന്നാണ് അല്ലേ? അപ്പോൾ ആ രീതിക്ക് നമുക്ക് ആ പോളിത്തീനും ഈത്തീനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി അടുത്തത് ടെഫ്ലോൺ ആണ്. ടെഫ്ലോൺ എന്ന് പറഞ്ഞതിൻ്റെ മോണോമർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ടെട്രാ ഫ്ലൂറോ ഈത്തീനാണ്. ടെഫ്ലോണിൻ്റെ മോണോമർ ഏതാണെന്ന് ചോദിച്ചാൽ ടെട്രാ ഫ്ലൂറോ ഈത്തീനാണ്. ഓക്കെ, ഈ ടെഫ്ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ അല്ലേ, അതിൻ്റെ മുകളിൽ വരുന്ന കോട്ടിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ടെഫ്ലോൺ എന്ന് പറയുന്നത്. അപ്പം PSCയിൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ മുകൾ വശം കോട്ട് ചെയ്തിരിക്കുന്ന പോളിമർ ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ഏതാണ്? ടെഫ്ലോൺ ആണ്. ടെഫ്ലോണിൻ്റെ മോണോമർ ഏതാണ്? ടെട്രാ ഫ്ലൂറോ ഈത്തീനാണ്. അടുത്തത് പോളി ഐസോപ്രീൻ ആണ്. പോളി ഐസോപ്രീൻ എന്നറിയപ്പെടുന്നത് കൃത്രിമ റബ്ബറാണ്. പോളി ഐസോപ്രീനിൻ്റെ മോണോമർ എന്നറിയപ്പെടുന്നതാണ് ഐസോപ്രീൻ ആണ്. ഓക്കെ, പോളി ഐസോപ്രീനിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ എന്നറിയപ്പെടുന്നത്. PVCയുടെ ഐസോപ്രീൻ വിനൈൽ ക്ലോറൈഡ് ആണ്. പേരിൽ നിന്നും തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പോളിത്തീൻ്റെ മോണോമർ എന്ന് പറഞ്ഞാൽ ഈത്തീനാണ്. ടെഫ്ലോണിൻ്റെ മോണോമർ എന്നറിയപ്പെടുന്നത് ടെട്രാ ഫ്ലൂറോ ഈത്തീനാണ്. പോളി ഐസോപ്രീനിൻ്റെ മോണോമർ എന്നറിയപ്പെടുന്നത് ഐസോപ്രീൻ ആണ്. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് പോളിമറെക്കുറിച്ചുള്ള പഠനമാണ്. പോളിമറെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോളിമർ കെമിസ്ട്രി എന്നാണ്. പോളിമറുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോളിമർ കെമിസ്ട്രിയാണ്. ഇനി പോളിത്തീൻ, PVC എന്നിവയെല്ലാം തെർമോപ്ലാസ്റ്റിക്കുകളാണ്. ഓക്കെ, പോളിത്തീനും PVC എന്നിവയെല്ലാം അറിയപ്പെടുന്നത് തെർമോപ്ലാസ്റ്റിക് എന്ന രീതിയിലാണ്. പ്ലാസ്റ്റിക്കിന് രൂപമാറ്റം വരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്.
തെർമോപ്ലാസ്റ്റിക് എന്നും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും. പ്ലാസ്റ്റിക്കിന് രൂപം മാറ്റാൻ വരുത്തുന്നതിൻ്റെ രീതിയിൽ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. തെർമോപ്ലാസ്റ്റിക് എന്നും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും. തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ മൃദുവാക്കുകയും തണുക്കുമ്പോൾ ദൃഢമാകുകയും അല്ലെങ്കിൽ ഹാർഡാകുകയും ചെയ്യുന്നതിനാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, തെർമോപ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ചൂടാക്കുമ്പോൾ ഇപ്പോൾ സാധാരണ PVC ഒക്കെ അല്ലേ, PVCയും പോളിത്തീനൊക്കെ എങ്ങനെയാണ്, ചൂടാക്കുമ്പോൾ അത് മൃദുവാകുകയും തണുക്കുമ്പോൾ വീണ്ടും ഹാർഡാകുകയും ചെയ്യുന്നു അല്ലേ. അതേസമയം ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുക്കുമ്പോൾ അത് ഹാർഡാകുകയും ചെയ്യുന്നു, പക്ഷെ അത് സ്ഥിരമായിട്ട് ഹാർഡാകുകയും ചെയ്യുന്നു. അതായത് ഈ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ചൂടാക്കിയിട്ട് വീണ്ടും വേറെ രൂപത്തിലേക്ക്, അതായത് മൃദുവാക്കാൻ പറ്റില്ല. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുക്കുമ്പോൾ സ്ഥിരമായിട്ട് ദൃഢമാകും, അതായത് സ്ഥിരമായിട്ട് സെറ്റാകുകയും ചെയ്യുന്നതിനാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, തെർമോപ്ലാസ്റ്റിക് ആണെങ്കിൽ ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുക്കുമ്പോൾ അത് ദൃഢമാകുകയും ചെയ്യും. വീണ്ടും അതിന് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മൃദുവാകുകയും തണുക്കും, അങ്ങനെ ചെയ്യാം. അത് റിപ്പീറ്റായി പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ തെർമോസെറ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുക്കുമ്പോൾ സ്ഥിരമായിട്ട് സെറ്റായി പോവുകയും ചെയ്യുന്നതിനെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് അറിയപ്പെടുന്നത്. തെർമോപ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണം പോളിത്തീനും PVCയും ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമായി ബാക്കലൈറ്റാണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ബാക്കലൈറ്റാണ്. തെർമോപ്ലാസ്റ്റിക്കിന് പോളിത്തീനും PVCയുമാണ്. പോളിത്തീനും PVCയൊക്കെ ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദൃഢമാകുകയും അത് വീണ്ടും തണുപ്പിക്കുമ്പോൾ ഹാർഡാകുകയും ചെയ്യുന്നു. തെർമോസെറ്റിംഗ്സ് എങ്ങനെയാണ്, സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. അപ്പോൾ അതിന് ഉദാഹരണമായി പറയാവുന്നത് നമ്മുടെ ഇതില്ലേ പ്രഷർ കുക്കറിൻ്റെയൊക്കെ പിടിയായി വരുന്നതാണ് ബാക്കലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കലൈറ്റിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കാണ് ബാക്കലൈറ്റ്. ഏത് ബാക്കലൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. വിവിധ രൂപത്തിലും വിവിധ ഷേപ്പിലും അല്ലെങ്കിൽ വിവിധ ആകൃതിയിലും ഒക്കെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു പോളിമറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ഘനം അളക്കാൻ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ആ തിക്നെസ് ഇല്ലേ, അത് അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഘനം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് മൈക്രോൺ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ആ ക്വാളിറ്റി അളക്കാൻ ഉപയോഗിക്കുന്നതാണ് മൈക്രോൺ എന്ന് പറയുന്നത്. നമ്മൾ എത്ര മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക്കുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്ററാണ്. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്ററാണ്. രൂപമാറ്റം വരുത്തുവാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കാണ് അല്ലെങ്കിൽ പോളിമറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. രൂപമാറ്റം വരുത്തുവാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് രൂപത്തിലും നമ്മൾ ഷേപ്പിലും ഒക്കെ നിർമ്മിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇലാസ്തിക സ്വഭാവം കാണിക്കുന്ന പോളിമറാണ് റബ്ബർ. ഇലാസ്തിക സ്വഭാവം കാണിക്കുന്ന പോളിമർ റബ്ബറാണ്. അതുപോലെ തന്നെ വലിച്ചു നീട്ടി നാരുകളാക്കാൻ പറ്റുന്ന പോളിമറാണ് ഫൈബറുകൾ എന്നറിയപ്പെടുന്നത്. വലിച്ചു നീട്ടി നാരുകൾ പോലെ ആക്കാൻ പറ്റുന്നതാണ് ഫൈബറുകൾ. ഇലാസ്തിക സ്വഭാവം കാണിക്കുന്നത് റബ്ബറാണ്. നമുക്ക് രൂപമാറ്റം വരുത്തുന്നത് പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള ഈ ഭാഗത്തിൽ നമ്മളിപ്പോൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. സോപ്പിനെ കുറിച്ചും അതുപോലെ പോളിമറുകളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ടുമായി വീണ്ടും കാണാം.